എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇലയുടെയാണ് കേട്ടോ. ഞാൻ അടയുടെ വീഡിയോയിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ചെടുക്കാം. ഞാനൊരു 4 അച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി പൊടിച്ചെടുത്തതായിരുന്നു. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയെല്ലാം ഉരുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. പാനിലേക്ക് ഒരു മുറി നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ 2 നേന്ത്രപ്പഴം, അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി, ചെറുതീര് വെച്ചിട്ട് വരട്ടിയെടുക്കാം. പഴം നന്നായിട്ട് വെന്ത് വരികയും വേണം, അതിൻ്റെ കൂടെ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരികയും വേണം. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യും. 3 ഓപ്ഷൻ കാണാം, അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നേന്ത്രപ്പഴമെല്ലാം വെന്ത് ശർക്കരയും നാളികേരമൊക്കെ ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് 2.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ വേണം കേട്ടോ. പിന്നെ വെള്ളം കൂടി അളന്നെടുക്കാൻ ഞാനൊരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം. തിളച്ച വെള്ളത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇടിയപ്പത്തിനെല്ലാം എടുത്തിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. പൊടി നന്നായിട്ട് വറുത്തെടുക്കുകയും വേണം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ആ പാകത്തിൽ ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. മാവെല്ലാം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയില വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാവ് വെച്ച് കൊടുക്കാം. കൈ ഒന്ന് നനച്ചതിന് ശേഷം പരത്തി കൊടുക്കാം. നടുവിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാം മടക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇത് പാകമായിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലയുടെ കണ്ടില്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്